ഹലോ ഗൈസ്, നമ്മളിത് കുഞ്ഞൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണേ ഗൈസ്. ഇതുപോലത്തെ ഒരു കടയിലേക്ക് നമ്മൾ പെണ്ണുങ്ങൾ കയറി ചെന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. എല്ലാ സാധനങ്ങളും ഒരു കടയിൽ കിട്ടും. അതിൽ എനിക്കിപ്പം മേടിക്കാനുള്ളത് ഒന്നോ രണ്ടോ സാധനങ്ങളേ ഉള്ളൂ. കൂടി വന്നൊരു 3 ഐറ്റം കാണുമെന്ന് വെച്ചോ. പക്ഷേ അത് മേടിച്ചുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? നിങ്ങളെങ്ങനെയാണ് ഗൈസ്? ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെരുപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെരുപ്പാണോ ഞാൻ നോക്കുന്നത്? ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടന്ന് ഓരോ ചെരുപ്പുകളും ഞാൻ നോക്കുക, അതിൻ്റെ ഭംഗിയെല്ലാം ഞാൻ നോക്കുക. ലാസ്റ്റ് ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊപ്പിച്ചൊരു ചേച്ചി അവിടെ ചെന്നപ്പോൾ എനിക്ക് കൂട്ട് കിട്ടി. ചേച്ചി പറയാം, അതിനെന്നാ നോക്കുക, അതിട്ട് നോക്കി ഇതിട്ട് നോക്കാമെന്ന്. ഞാനല്ലേ ഒട്ട് വിട്ടു കൊടുക്കുമോ? എല്ലാം ഇട്ട് നോക്കി എല്ലാം ഞാനും നടക്കുക. പണ്ട് ആരോ പറഞ്ഞ പോലെ സ്വർണ്ണക്കടയിലും തുണിക്കടയിലും പെണ്ണുങ്ങളെ കൊണ്ട് പോകരുത്, പോയ ഉടനെ എങ്ങും തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നത് എത്ര സത്യമല്ലേ. വേണ്ടേലും എല്ലായിടത്തും പോയി വിലനോട്ടമൊക്കെ കണ്ടോ? ഏറ്റവും കുറഞ്ഞ വിലയുടെ ലാസ്റ്റ് എടുക്കുള്ളൂ, അത് വേറെ കാര്യം. ഇങ്ങോട്ട് വരുന്നതിൻ്റെ വേറെ ഉദ്ദേശം എന്താണെന്ന് അറിയാം? ഇവിടെ തുണി ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ ആരോടും ചോദിക്കേണ്ട, അതൊന്നും എടുത്ത് കാണിച്ച് ഇതൊന്നും എടുത്ത് കാണിച്ച് എന്നൊന്നും ചോദിക്കണ്ടല്ലോ. ഇത് നടന്ന് ഇഷ്ടമുള്ളതെല്ലാം അങ്ങ് നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ചെരുപ്പ് വഴിയുന്നേ പൊട്ടിയിട്ട് ഞാൻ വലിച്ചായിരുന്നു വന്നത് കൈസ്. ആ മേടിച്ചതേ അത് കലയിലിട്ടു ഞാൻ. അങ്ങനെ നമ്മുടെ പൊന്നായിക്ക് പറ്റിയ, വീട്ടിലിടാൻ പറ്റിയ നല്ല മയമുള്ള കുറച്ച് ബനിയനുകളൊക്കെ കിട്ടി. അങ്ങനെ അതൊന്ന് മേടിച്ചു. നോക്കിക്കേ ഗൈസ്, കിടക്കുന്നത് കണ്ടോ? ഇതുപോലെ തന്നെയായിരുന്നു ലുലു മാളിൽ ചെന്നിട്ടും. എച്ചുകൾ, ലുലു മാളിലെ എച്ചുകൾ വീണ്ടും ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് അവിടെ ഒന്നും വെച്ചില്ല ഗൈസ്, ഇത് ഞാൻ മേടിച്ചു കേട്ടോ. അമ്മൂനും കുഞ്ഞിക്കും ചെറിയ 2 പേഴ്സും വാങ്ങി. ഓഫർ കണ്ടു 50 രൂപയ്ക്ക് ചെരുപ്പെന്ന്. ഉടനെ അതെടുത്തി നോക്കിയതാ. ഇനി നമുക്ക് കാവിക്കയില് നോക്കാവേ. ദാണ്ട് ഗൈസ്, 100 രൂപയ്ക്ക് പലാസ പാൻറ് കൊടുക്കുന്നു. 100 രൂപയുടെ ഓഫർ കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. നിപ്പ് കണ്ടോ ഗൈസ്, വീട്ടിൽ നിന്ന് വലിയ കണക്ക് പോട്ടു, ഇത്ര രൂപയുടെ സാധനം വാങ്ങുകയുള്ളെന്ന്. ലാസ്റ്റ് 5 വിളക്കിൻ്റെ നാട്ടിൽ അലിയുടെ മാജിക്ക്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇത് കുട്ടികൾക്ക് ഞാൻ വരുമ്പോഴേ വാക്ക് കൊടുത്തിരുന്ന ഇവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കാണേ. അതെന്താന്ന് പറഞ്ഞാലും ഞാൻ ഇരിക്കാനുള്ള സ്ഥലം ആയ തിരക്കിനിടയിലും കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ആ കടയ്ക്കകത്തൂടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓരോ കാഴ്ചയും കണ്ട് നടപ്പല്ലായിരുന്നോ. അപ്പം മടുത്തു, പെതിയെ അവിടെ അങ്ങിയിരുന്നു. ഞാൻ നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. ഇവർ വീട്ടിൽ നിന്ന് ഷേക്ക് വേണമെന്നാണ് പറഞ്ഞ്. ഷേക്ക് കുടിക്കാനാണ് ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. ആ കളറെല്ലാം ഇട്ടത് മേടിച്ചതിന് അവന് ഞാനിവിടെ ചെറുതും ഞാനിവിടെ അടി വെച്ചുകൊണ്ടിരിക്കുക. കണ്ണനും വഴക്ക് പറയുന്നുണ്ട്. കണ്ണൻ എന്തോ ഗുണമുള്ള സാധനമാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക. അവനുള്ളത് കിട്ടിയിട്ടില്ല, ഇപ്പോൾ വരും. ഇതുവരെ അവൻ കുടിക്കാത്ത സാധനം വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെന്തോ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് കുത്തിക്കൊണ്ട് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുക. ഇതിപ്പോൾ ഞാനെങ്ങാനും ഓർഡർ ചെയ്തിട്ട് അവന് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അമ്മ കുടിച്ചോ, അമ്മയല്ലേ ഓർഡർ ചെയ്തേന്നൊക്കെ പറയും. അപ്പം പെട്ടു ഗൈസ്, ആർക്കെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരുടെ അവൻ്റെ തല തിന്നേനെ ചെറുത് ഞങ്ങളുടെ അടുക്കൽ ഇപ്പറേ പോയിരുന്ന് തന്നെ ഇരുന്ന് കുടിക്കുന്നതുണ്ടോ. അങ്ങ് ചിലപ്പോഴൊക്കെ നമുക്കങ്ങ് ബോറടിച്ചിരിക്കുമല്ലോ, എവിടെയെങ്കിലും ഒന്ന് പോകാൻ തോന്നും. എന്നാൽ ഒത്തിരി കാശ് മുടക്കി അങ്ങനെ പോകാനും കഴിയുമല്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു ബസ് കയറി ഇവിടോട്ട് വന്ന് ചായയും ഒരു 5 രൂപയുടെ കടിയൊക്കെ മേടിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ, എപ്പോഴും നല്ല തിരക്ക്, ഇങ്ങനെ വന്ന് പോകുന്നതൊക്കെ കണ്ടിട്ട് ചുമ്മാ അവിടെയൊക്കെ വയലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാം. നേരം പോകുന്നതും അറിയത്തില്ല, നമ്മുടെ ടെൻഷനും പോവും. അടുത്ത ബസ്സിന് കയറി വീട്ടിലും പോവാം. ശരിക്കും എന്തോ വലിയ ജോലിക്ക് പോയിട്ട് വരുന്ന പോലെ മടുത്തു ഗൈസ്. നിൽക്കുന്ന മാവ് കണ്ട ഗൈസ്, അത് നിറച്ച് മാമ്പൂവാണേ. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ കളയുന്നത് കമ്മലും കുപ്പി വിളയ്ക്കുക. എൻ്റെ കമ്മൽ കട കണ്ടോ ഗൈസ്, 20, 30, 40 രൂപയാണ്. ഞാൻ ഈ ബായെടുക്ക് വന്നിട്ടാണ് ഞാൻ ബസ്സിന് കയറി വെച്ചാൽ ഇന്ന് ചങ്ങനാശ്ശേരി വന്നിറങ്ങും. ഇവിടെ സ്റ്റാൻഡിലാണ്. ഞാനിത് മേടിക്കാനായിട്ട് ഇവിടെ വരും, എന്നിട്ട് ഞാൻ വാങ്ങും. അതിന് കണ്ണൻ എപ്പോഴും പറയും, ഈ ബായുടെ വീട് ഇവിടെ ഒന്ന് തിരക്കി വെക്കണം, ബായി ഒന്ന് കൊണ്ട് അവരുടെ നാട്ടിൽ വിടാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഞാൻ കുറേ കമ്മൽ മേടിക്കും. എന്നിട്ടോ കാണിക്കുന്നത് എന്താണെന്നറിയാം, കുളിക്കാൻ പോകുമ്പോൾ കുളിമുറി ഊരി അവിടെ വെക്കും, കിടക്കാൻ പോകുമ്പോൾ കട്ടിലിൻ്റെ അവിടെ ഊരി വെക്കും. അതിന് കണ്ണൻ പറയും, നമ്മുടെ കമ്മൽ ചവിട്ടിയിട്ട് ഇതിലൊന്നും നടക്കാനേ പറ്റത്തില്ല, എന്നത്തിൻ്റെ ഇത് മേടിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഓരോന്ന് പറയുന്നുണ്ട്.
നേരത്തെയൊക്കെ സ്കൂളിലൊക്കെ ഓരോ പിള്ളേർ മാറിയിട്ടുകൊണ്ട് വരുമ്പോഴൊക്കെ ഞാനൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ മേടിച്ചിടണമെന്നൊക്കെ. നമുക്കിപ്പോൾ കിട്ടുന്ന ആ ഒരു അവസരം നമ്മൾ എന്തിനാണ് കളയുന്നത് അല്ലേ? നേരത്തെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു ജോഡിയല്ല 2 ജോഡിയൊക്കെ ആയിരിക്കും. ആ കമ്മൽ ഒരുപാട് നാൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുവേ. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ പിരിയൊക്കെ പോവും. ലാസ്റ്റ് കമ്മലിന് കുഴപ്പം കാണുമല്ലോ, പിരി എവിടെയെങ്കിലും പോകും. എന്നിട്ട് ഞാൻ റബ്ബർ ചെരുപ്പിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട്, കറുത്ത റബ്ബർ ചെരുപ്പില്ല നമ്മുടെ പാരഗണിൻ്റെയൊക്കെ, അതിൻ്റെ അത് കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് അത് പിരിയായിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടന്ന് അങ്ങനെ ഒരു കമ്മൽ എത്ര നാളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഏതായാലും നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 20, 30, 40 രൂപ കൊടുത്ത ഏത് മോഡൽ വേണേലും ഇപ്പോൾ ഇവിടെ കിട്ടും. അപ്പോൾ ശരി ഗായ്സ്, നമുക്കുള്ള ബസ് കിടപ്പുണ്ടേ. ടാറ്റാ ബൈ.